ടീംസ് ഈ സ്ട്രാറ്റജി അടിപൊളിയാണ് കേട്ടോ. പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ചെയ്ത് വെച്ചാലൊക്കെ ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മൂവി ലവറാണ്. അപ്പം നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, ഒരു പുതുമുഖം നടന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല നാളെ ആ സിനിമ ഹിറ്റാവോ അത് ഫ്ലോപ്പ് ആവോ എന്ന്. ഹിറ്റായാൽ ലാഭം, ഹിറ്റായില്ലെങ്കിലോ ഇറക്കിയ പൈസ മൊത്തം പോയി. കാരണം ഒരു മിനിമം ഗ്യാരണ്ടി പോലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടുന്നുള്ളത്. പക്ഷേ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഉള്ള നടനെ വെച്ചിട്ട് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കിയ പൈസ പൊട്ടിയാലും തിരിച്ചു കിട്ടും, അത് വിറ്റ് പോവും. പിന്നെയല്ല ലാഭം വന്നാലോ കിട്ടണം മൊത്തം ലാഭം. അതേപോലെയാണ് ടി എം സി സ്ട്രാറ്റജി. ഒരു സാറ്റലൈറ്റ് വാല്യുള്ള നടനാണ് ഈ ടി എം സി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇട്ട പൈസ പോകത്തുമില്ല, കിട്ടണമെങ്കിൽ ലാഭം. ഇപ്പം മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലാഭം, എസ് എൽ അടിച്ചാലും ലാഭം, എസ് എൽ അടിച്ചില്ലെങ്കിലും ലാഭം, എങ്ങോട്ട് പോകണമെങ്കിൽ ലാഭം. ഒന്നോ രണ്ടോ എസ് എൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പ്രോഫിറ്റാണ്, അതും ഹൈ റേഷ്യോ. അങ്ങനെ നോക്കുമ്പോൾ ടി എം സി ഇസ് ദ ബെസ്റ്റ്. അടിപൊളി.